ഇത് എവിടെ ആയെന്ന് എത്ര നേരം കൊണ്ട് പലരോടും ചോദിച്ചിട്ട് കടയൊന്നും അറിയുന്ന പോലും ഇല്ല. എവിടെ ഇനി ഒരു തുണിക്കട കേക്ക് എടാ, ഒരു തയ്യക്കട ഞാൻ ഇവിടെ ആറന്മുള ഇവിടെ കണ്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ? എത്ര ഇടത്ത് ഞാൻ അന്വേഷിച്ചറിയാം കേട്ടോ, ഒരു കട കാണാൻ വേണ്ടി. അവിടെ പുള്ളി ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ശരി ശരി. ഒരു തയ്യക്കട തയ്യക്കട അല്ലയോ? വന്നിട്ടാ ഒരു തുണി തയ്ക്കാനുണ്ടോ? ഒത്തിരി സ്ഥലത്ത് ഞാൻ അന്വേഷിച്ച് വരുവാ. അർജന്റായിരുന്നു. അപ്പൊ ഇന്ന് വൈകിട്ടത്തേക്ക് വേണം. തരാമല്ലോ. അപ്പൊ എങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാ. 2 മണിക്കൂറുകളിൽ ഷർട്ട് അടിച്ചു തരാം. അപ്പൊ ഡബിൾ ചാർജ് ആവും എന്നേ ഉള്ളൂ. ഓ ശരി. അപ്പൊ പെട്ടെന്ന് തരും. ഇതങ്ങോട്ട് മാറ്റി വെക്കുക, നമ്മുടെ തന്നെ ഓർഡർ ചെയ്ത് വെക്കുക, തയ്ക്കുക, തരിക. ഓക്കെ. പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഇതാണ് ഒരു വലിയ ആഡംബരങ്ങളും ഒന്നുമില്ലാതെ തനി നാടൻ ശൈലിയിലുള്ള ഒരു ആറന്മുളയിലെ ഒരു തയ്യക്കടയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ സംഘടനയുടെ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ്റെ സ്ഥാപക ദിനം നാളെ ആഘോഷിക്കുന്ന വേളയിലാണ് ഈ തയ്യൽ തൊഴിലുമായി കഴിഞ്ഞ എത്ര വർഷമാണോ മോൻചേട്ടാ? 51 വർഷമായി തൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയായും ചെയ്യുന്ന ആറന്മുളയിലെ മോനിഷ ടൈലേഴ്സിലെ മോഹൻചേട്ടനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്? ആദ്യമായി ജീവിതഭാരം അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. പട്ടിണിയുടെ ഭാഗത്ത് ഞാൻ ഈ ടൈലർ ഫീൽഡിലേക്ക് വന്നു. 75 തുടങ്ങിയെങ്കിലും 76-77 വർഷങ്ങളിലെല്ലാം ഞാൻ പുനലൂർ തൂക്കുപാലത്തിനടുത്തുള്ള ഒരു കടയിൽ 4-5 വർഷം ജോലി ചെയ്തു. അന്നൊക്കെ 3 വർഷത്തോളം ഞാൻ പട്ടിണി കിടന്ന ഈ പണി പഠിച്ചത്. 79 വരെ ഞാൻ അന്ത്യാഹാരം കഴിക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഈ പണിയിൽ നാം മാറാതെ അത് പഠിക്കണം, അതുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഇടിച്ചു നിർത്തൽ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ തന്നെ 10-18 സ്ഥലങ്ങളിൽ ഞാൻ ജോലിക്ക് പോവുകയും കട നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ മേഖല എനിക്ക് ഒരുപാട് അനുഭവമായി. ഇതുകൊണ്ട് ഞാൻ ജീവിക്കാൻ തന്നെ പഠിച്ചു. അതിൻ്റെ ഒരുപാട് ദുശ്ശീലങ്ങൾ മാറ്റിവെച്ച് കിട്ടുന്ന പൈസ ശരിക്കും വിനിയോഗിച്ച് ആർക്കും കടം കൊടുക്കാതെ ജോലി കിട്ടുന്ന വരുമാനത്തിൽ സന്തോഷത്തോടും സുഖത്തോടും ജീവിക്കാൻ പഠിച്ചു. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കടയാണ്. രാവിലെ തുണി വന്നാൽ വൈകിട്ട് പോയാൽ അത് കൊടുക്കും. എപ്പോഴും ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് ഏത് പണി, റിപ്പയറിങ് പണിയായാലും പുതിയ തുണിയായാലും ആരെ മുഷിപ്പിക്കാതെ ഈ തൊഴിൽ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ബ്ലഡിനകത്ത് കളർന്നൊരു തൊഴിലാണ്. ഈ തൊഴിൽ എൻ്റെ ബ്ലഡിലുണ്ട്. അതുപോലെ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു തൊഴിലായിട്ടാണ് ഞാൻ കൊണ്ടുകൊണ്ട് അത് എനിക്കൊരു വലിയ വിജയമായി തീർന്നു. എൻ്റെ അറിവിലുള്ള തയ്യക്കാരുടെ കൂട്ടത്തിൽ എൻ്റെ ഈ തൊഴിൽ മറ്റുള്ളവരോട് ഞാൻ പറയുന്നത് ഇത് ഏറ്റവും നല്ല തൊഴിലാണ്. പക്ഷെ അത് കൊണ്ടുപോകേണ്ട വഴി അവരവർ തിരഞ്ഞെടുക്കണം. അത് കിട്ടുന്ന പൈസ 50 കിട്ടിയാലും 500 കിട്ടിയാലും 1000 കിട്ടിയാലും ദുര്യോഗം ചെയ്യാതെ വിനിയോഗിക്കുകയാണെങ്കിൽ ഈ തൊഴിൽ കൊണ്ട് അന്തസ്സായിട്ട് ജീവിക്കാം. ഞാൻ കല്യാണത്തിന് ശേഷം എൻ്റെ ഭാര്യയെ ഞാൻ ഈ തയ്യൽ പഠിപ്പിച്ചു. അവരും ഞാനും കൂടാണ് ഈ പ്രസ്ഥാനവും ഞങ്ങളുടെ വീടും ഇത്രയും വളരാൻ കാരണം. എൻ്റെ കൂടെ തന്നെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനും 10-15 ഷർട്ടും 12 ഷർട്ടും ഒക്കെ ചോറ് കൊണ്ടുവന്ന് കഴിഞ്ഞ് പുള്ളിക്കാരത്തെ തയ്ക്കാൻ പഠിപ്പിച്ചു. 3-4 പാൻ്റ് അടിക്കും ഒരു ദിവസം. അതുപോലെ ലേഡീസ് വർക്ക് ചെയ്യും. എന്നെ ഇത്രയും വളരാൻ സഹായിച്ച എൻ്റെ വലം കൈയും എൻ്റെ ഹൃദയവുമായ എൻ്റെ ഭാര്യയാണ് എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് എൻ്റെ വിജയത്തിൻ്റെ ഏക മാർഗം. മോൻചേട്ടാ, പ്രത്യേകിച്ച് ഈ പുതിയ തലമുറ ഈ മേഖലയിലേക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ കടന്നു വരുന്നില്ല. അത് എന്തുകൊണ്ടാണ് മോൻചേട്ടാ അത് വരാൻ പറ്റും? ഈ പണി എന്ന് പറഞ്ഞാൽ ക്ഷമയോട് ചെയ്ത് തീർത്ത് പൈസ വാങ്ങിക്കേണ്ട പണിയാണ്. മറ്റു പണികളെന്ന് പറഞ്ഞാൽ 1-2 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലെ പണിയോ മറ്റു പണിയോ ഒക്കെ പോയാൽ അവിടെ ആഹാരവും കഴിഞ്ഞാൽ അവർക്കുള്ള പൈസ വലിയ അധ്വാനമില്ലാതെ അവിടെ കഴിക്കും. അങ്ങനെയല്ല, ഉത്തരവാദിത്വം കൂടുതലുള്ളൊരു പണിയാണ് ഇത്. അതുകൊണ്ടാണ് തയ്യൽ തൊഴിൽ അറിയാവുന്ന സ്ത്രീജനങ്ങൾ പോലും ഈ തൊഴിൽ കളഞ്ഞിട്ട് മറ്റു തൊഴിലിലേക്ക് പോകുന്നത്. അത് നമ്മൾ കൃത്യസമയത്ത് റിപ്പയറിങ് ഇല്ലാതെ ചെയ്ത് കൊടുത്താൽ നമ്മൾ ചോദിക്കുന്ന പൈസ കിട്ടാവുന്ന ഒരു മേഖലയായത്. മറ്റ് കടകളെ തയ്യക്കാരെ അപേക്ഷിച്ച് ഈ കടയിൽ 10 രൂപ എപ്പോഴും തയ്യക്കൂലി കൂടുതലാണ്. കാരണം അത് പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് എൻ്റെ തയ്യലിൻ്റെ പണി. ഒരു പ്രാവശ്യം പോലും തെറ്റിപ്പോയി പറഞ്ഞുപോയി എന്ന് പറയാൻ ആരും തയ്യാറായിട്ടില്ല. അതൊക്കെ ഉണ്ട്. എപ്പോഴും മറ്റൊരാൾ നോക്കുമ്പോൾ 5 രൂപ കൂടുതലാണെന്നല്ലോ 10 രൂപ കൂടുതലാണെന്നല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് എൻ്റെ കടയ്ക്കത് വിജയമാണ്. എൻ്റെ അനുഭവത്തിൽ എനിക്കത് വിജയമില്ല. രണ്ടാമതൊരാൾ വരികയോ റിപ്പയർ ചെയ്ത് കൊടുക്കുകയോ
പറഞ്ഞു പോയി വിട്ടിപ്പോയി ഒന്നും പറയാൻ അവസരം ഉണ്ടായിട്ടില്ല. മോഹൻചേട്ടനോടൊപ്പം തന്നെ ഒത്തിരി പേര് ഈ മേഖലയിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെയാണ് പിന്നോട്ട് പോയത്? അതിന്റെ കാരണങ്ങളൊക്കെ ചിലപ്പോൾ 10-15 4, 5 പേരായിരുന്നു ഈ കടയിൽ തയ്ച്ചുകൊണ്ടിരുന്നത്. അവരൊക്കെ പോയത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകാൻ ചോദിക്കുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം പോയി. മറ്റേ വൈകോളം ഞാനിരുന്ന് തയ്ക്കുന്നത് ഞാൻ ഒരു പൊട്ടൻ രീതിയിലുള്ള മനുഷ്യരൊക്കെ ആ വൈകോളം ഇരുന്ന് ജോലി ചെയ്യുന്നത് 9 മണി 10 മണി. അവർക്കൊക്കെ അതല്ല, 5 മണിക്കോ 4 മണിക്കോ പണി നിർത്തി അവരുടെ സ്വാതന്ത്ര്യമായിട്ട് ബിവറേജിലൊന്ന് പോകുന്നതിനോ ഒരു വീഡിയോസ് ഇട്ടോ വലിക്കുന്നതിനോ അവരുടെ വീട്ടിൽ മറ്റുള്ളവരുമായിട്ട് സമയം ചെലവഴിക്കുന്നതിനോ അവർക്ക് ഈ സമയം ഫുൾ അവർ ജോലി ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവർക്കുള്ള പൈസ 1000, 1500 രൂപ മറ്റു മേഖലയിൽ പോയാലും കിട്ടുന്നുണ്ടല്ലോ, അതിന് തയ്ച്ചാൽ മാത്രം പോരാ, മറ്റു മേഖലയിൽ നിന്ന് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അവർ 4-5 പേരും ഈ മേഖലയിൽ മാറിപ്പോയി. ഇപ്പം ഞാനും വൈഫും മാത്രമേ ഈ കടയിലുള്ള. പിന്നെ എങ്ങനെയാണ് മോഹൻചേട്ടന്റെ ദൈനംദിന കാര്യങ്ങളും കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ്സും ഒക്കെ എങ്ങനെയാണ്? തുണി വാങ്ങിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഞങ്ങൾ രാവിലെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് സ്കൂളിൽ പോകേണ്ടാത്ത ദിവസം രാവിലെ 6 മണിക്ക് കടയിൽ വരും. കടയിൽ വന്നാൽ അന്നേരം വരുന്ന പണി ആര് വന്നാലും അവരെ മുഷിയാതെ ആ ഒരു റിപ്പയറിങ് പണിയാണെങ്കിലും അല്ലാത്ത പണിയാണെങ്കിലും എടുക്കുകയും ചെയ്യുകയും കൃത്യസമയത്ത് കൊടുക്കാൻ 100% ഞാനത് ശ്രദ്ധാപൂർവം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കടയ്ക്കുള്ള ഈ പ്രസ്ഥാനം ഇത്രയും വളരാൻ കാരണം. ഒരാളോട് പോലും നാളെ വാ എന്ന് ഞാൻ പറയാറില്ല. ഇന്ന് 5 മണി എന്ന് പറഞ്ഞാൽ അല്ല 6 മണി എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് ഞാൻ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കും. പ്രത്യേകിച്ച് മോഹൻചേട്ടൻ നമ്മുടെ ഈ ഫയർഫോഴ്സ്, പോലീസ്, സെക്യൂരിറ്റി ഗാർഡ്സ് അവരുടെയൊക്കെ തയ്ക്കാനല്ലയോ ഇപ്പോൾ വളരെ വലിയ എൻ്റെ ഒരു ടൈലറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന തുണിയെ തയ്ക്കൂ, ലേഡീസെ തയ്ക്കൂ, ജെൻറ്റ്സെ തയ്ക്കൂ, അങ്ങനെയില്ല. ഏത് തുണി പോലീസുകാരുടെ തയ്ക്കും, പട്ടാളക്കാരുടെ തയ്ക്കും, ഡോക്ടർമാരുടെ തയ്ക്കും, നേഴ്സുമാരുടെ തയ്ക്കും, പിന്നെ വെളിനാട്ടിലെ കട്ടോരി ബ്ലൗസ് മോഡലുണ്ട് അത് തയ്ക്കും, ചൂടിദാർ തയ്ക്കും, അങ്ങനെ എല്ലാ തുണികളും എല്ലാ മോഡലുകളും എല്ലാം തയ്ക്കാൻ ഞാൻ പല സ്ഥലങ്ങളിൽ പോയി പഠിച്ചിട്ടുള്ളതുകൊണ്ട് അത് കൂടുതൽ പഠിക്കാനും ചെയ്യാനും. ഇപ്പോൾ ഒരു പുതിയ തുണി, ഇന്നലെ ഒരു പുതിയ തുണി വന്നേ അത് കണ്ടു മനസ്സിലാക്കി. അതിവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഡൽഹി മെയ്ഡാ അത്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പഠിച്ചു, അത് കട്ടിങ് രീതി എങ്ങനെയാണ്, അങ്ങനെയൊക്കെ പുതിയ മേഖല ഒന്ന് കാണുമ്പോൾ അത് ചെയ്യാനും ഒക്കെ ഉള്ള എനിക്ക് ഈ തൊഴിലിനോട് കൂടുതൽ ശ്രദ്ധയും ആഗ്രഹവും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇത്ര നിലനിൽക്കുന്നത്. ഈ ജോലിയിൽ നിന്നും മോഹൻചേട്ടൻ സംതൃപ്തനാണ്? കാരണം നാട്ടുകാരൊക്കെ 100% ഞാൻ ഈ ജോലിയിൽ നിന്ന് സംതൃപ്തൻ. കാരണം എനിക്ക് ഒരു പൈസ പോലും ഒരിക്കലും കടമില്ല. കടം ഇന്നുമില്ല, ഒരു 20 വർഷം കൊണ്ട് എനിക്ക് കടമേ ഇല്ല, ആർക്കും 1 രൂപ പോലും കൊടുക്കാനില്ല. അതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഇവിടെ കട നിർത്തിയാവും പോകുമ്പോൾ 73,000 രൂപ അവന് കിട്ടാറുണ്ട് പബ്ലിക്കിന്. അവർ ചോദിക്കും മാഷം ഇങ്ങനെ ഇത്രയും വർഷം നടക്കിയിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, എത്ര രൂപ വെളിയിലുണ്ട്, ആരൊക്കെ തരാനുണ്ട്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് 1 രൂപ പോലും ആരും തരാനില്ല. അപ്പം അങ്ങനെ സ്ട്രിക്റ്റ് കടയായതുകൊണ്ട് വെള്ളപ്പൊക്കത്തിന് ശേഷം ഞാൻ ഒരുപാട് പഠിച്ചു. ഒരു മനുഷ്യൻ തയ്യക്കട എങ്ങനെ നടത്തണം, എങ്ങനെയായിരിക്കും എൻ്റെ രീതി, കസ്റ്റമറുമായിട്ട് എങ്ങനെ ഇടപെടണം. രാവിലെ വൈകിട്ട് തുണി വന്നാൽ രാവിലെ തയ്ച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ 30 പൈസ വാങ്ങിക്കും. അതെന്തുകൊണ്ട് അവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ തുണിയുള്ളൊരു കാലമായിപ്പോൾ ഞാൻ തയ്ച്ച അല്ലാതെ വേറെ ഇട്ടുകൊണ്ട് അവരുടെ ആവശ്യത്തിന് പോകും. അപ്പോൾ ഞാൻ രാത്രി നിന്ന് കഷ്ടപ്പെട്ടത് എനിക്ക് പ്രയോജനമില്ലാതാവും, നഷ്ടമാകും. അതിനുവേണ്ടിയാ 30 പൈസ അല്ലാതെ എൻ്റെ 1000 രൂപ എടുക്കാൻ ഇല്ലാത്തോണ്ടോ 500 രൂപ എടുക്കാൻ ഇല്ലാത്തോണ്ടോ അല്ല. കറക്റ്റ് സമയത്ത് ആൾക്കാർ തുണി ഇവിടുന്ന് കൊണ്ടുപോകണം ഒറ്റ ലക്ഷ്യം കൊണ്ട്. ഓക്കെ. പിന്നെ അവസാനമായിട്ട് മോഹൻചേട്ടൻ നമ്മൾ ചോദിക്കുന്നത് ഏതൊക്കെ ഈ ജോലിയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് നിങ്ങൾ എവിടൊക്കെ സ്ഥലങ്ങളെ കുടുംബമായിട്ടൊക്കെ സന്ദർശിച്ചു? ഞങ്ങൾ കേരളത്തിൽ കാണാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാ വർഷവും ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കാണും, എല്ലാ ഡാമുകളും അല്ലാത്തതും കൊച്ചി എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കാണാൻ പോകും. എപ്പോഴും ടൂറിന് വലിയ ഇഷ്ടം. അപ്പോൾ ഞങ്ങളൊരു തയ്യക്കാരനായ എൻ്റെ ഭാര്യയും കൊണ്ട് ഇതിനകത്തും വീട് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ആളല്ല, എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പോകും. പിന്നെ മോളെ കൊണ്ട് സൗദിയിൽ പോയി 1.5 മാസം അവിടെ നിന്നു. പിന്നെ തിരിച്ചു വന്ന് ഡൽഹി പോയി 10 ദിവസം താമസിച്ചു. എപ്പോഴും അത് സംതൃപ്തിയുമാണ്. കൂടുതൽ ഈ ജോലി ചെയ്യുന്ന ഒരുപാട് സംതൃപ്തിയായിരുന്നു. അപ്പോൾ അവസാനമായിട്ട് പ്രേക്ഷകരോട് ചോദിക്കുന്നതായിട്ട് ഭാര്യയുണ്ട്, ഈ ജോലിയോട്ട് എന്താണ് പറയാനുള്ളത്? ഭർത്താവിൻ്റെ മോഹൻചേട്ടൻ്റെ ഈ നിങ്ങൾ രണ്ടുപേരോടുള്ള ജോലിയോട് ചെയ്യുന്നത് സന്തോഷമാണ്. പിന്നെ കറക്റ്റ് സമയത്ത് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനും വെക്കാനും അങ്ങനെ പറ്റത്തില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഏത് ജോലി ചെയ്താലും അതിനോടുള്ള ഒരു ദൈവഭക്തിയോ ഒരു മാന്യത പുലർത്തി മറ്റുള്ളവർക്ക് മാതൃക കാട്ടുകയാണ് ആറന്മുള സ്വദേശി മോഹനൻ. അദ്ദേഹവും കുടുംബവുമാണ് കഴിഞ്ഞ 75 വർഷമായി ആറന്മുളയിലെ ഈ ആഡംബരങ്ങൾ ഒട്ടും ചേരാതെ വ്യത്യസ്തമായ ഏത് തരത്തിലുള്ള തുണിത്തരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്താലും അത് അനുസരിച്ച് വർണ്ണഭംഗിയുള്ള തുന്നൽ ചേർത്ത് പിടിപ്പിച്ചാണ് അദ്ദേഹവും കുടുംബവും സമൂഹത്തിന് മാതൃകയായി മുന്നോട്ട് പോകുന്നത്.
ഇതുപോലെയുള്ളവരുടെ ജീവിതങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ നമ്മൾക്കും പരാജയം സംഭവിക്കത്തില്ലെന്നാണ് മോഹൻചേട്ടൻ അടിവരയിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം അംഗമായിട്ടുള്ള ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക ദിനം കൂടി നാളെ ആഘോഷിക്കുന്ന വേളയിലാണ് ഈ സന്തോഷം നമ്മൾ പങ്കിടുന്നത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.